ചേട്ടന്റെ ഓഫീസിൽ നിന്ന് ഒരു പെണ്ണിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പെണ്ണിന്റെ പേര് ബിന്ദു എന്നോ അങ്ങനെ എന്തോ, നമ്മളെക്കാട്ടിലൊക്കെ മൂത്തതാ. അവര് വിളിച്ചിട്ട് എന്തോ പറഞ്ഞ് ചേട്ടനും ആ പെണ്ണും തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളാണെന്നോ, ഞാൻ ഒഴിഞ്ഞു പോകണമെന്നോ, ചേട്ടൻ എൻ്റെ കൂടെ താമസിക്കുന്നത് ഇഷ്ടമല്ലെന്നോ, പിന്നെ നിങ്ങൾ തമ്മിൽ എവിടെ എന്തായിരുന്നു ഏതോ സ്ഥലത്ത് ടൂറ് പോയെന്നോ, ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നോ, ഞാന് പ്രശ്നം ഉണ്ടാക്കുവോ എന്നൊക്കെയുള്ള പേടി കൊണ്ടാണ് ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നതെന്നോ എന്തൊക്കെയോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ അത് കേട്ടപ്പോൾ വിശ്വസിച്ചില്ല. പക്ഷെ പേര് ഞാൻ ഒന്നും കൂടെ ആലോചിച്ചപ്പം എനിക്ക് മനസ്സിലായി, കഴിഞ്ഞ വിഷുവിന് ചേട്ടന്റെ ഫോണിൽ ഇതുപോലെ ഒരു മെസ്സേജ് വന്നായിരുന്നു, ബിന്ദു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് വന്നായിരുന്നു. അപ്പം ഞാനാണ് ഫോണിന്റെ അടുത്തിരുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ തുറന്നപ്പം കാണാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ അതിനകത്ത് കണ്ട്. പക്ഷേ അന്ന് എന്തുകൊണ്ട് ഞാൻ അതിനെ പ്രതികരിച്ചില്ല എന്ന് വെച്ചാല് എനിക്കത് പറ്റിയില്ല. കാരണം നമ്മുടെ കൂടെ താമസിക്കുന്നവർ നമ്മളെങ്ങനെ ചതിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പൊ ഞാനും എല്ലാ കുട്ടികളായിട്ടുള്ള പെണ്ണുങ്ങളുടെയും സ്നേഹമുള്ളവരായിട്ടുള്ള ഭാര്യമാരുടെയും കുട്ടി ഞാനും അങ്ങ് വിശ്വസിച്ചു, വല്ല സ്പാം നമ്പറിൽ വല്ല വന്നിട്ട്. അപ്പൊ ഇന്ന് ആ പേര് കേട്ടപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ചു, അന്ന് വിഷുവിന് മെസ്സേജ് ആളാണോ? അപ്പൊ ആണെന്ന് പറഞ്ഞു. ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? കൂടുതൽ ചോദ്യമൊന്നും ചോദിക്കേണ്ട വന്നില്ല. ആദ്യമേ എൻ്റെ അടുത്ത് സത്യം സമ്മതിച്ചല്ലേ. നിങ്ങൾക്ക് രണ്ട് കള്ളമെങ്കിലും പറഞ്ഞൂടെ, അറ്റ്ലീസ്റ്റ് ഇല്ലെന്നെങ്കിലും പറഞ്ഞൂടെ. എന്ത് പ്രൗഡായിട്ടാ കമ്പനിയിൽ ഒരു പെണ്ണുമായിട്ട് സെറ്റപ്പ് ആണെന്ന് എൻ്റെ അടുത്തിരുന്ന് പറയുന്നത്.